മക്കളെ, ഇത് നമുക്ക് ബാദൽ എന്ന കവിത മലയാളത്തിൽ മാത്രം നമ്മൾ ഈ കവിത എന്താണ് എന്നൊന്ന് നോക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബാദൽ എന്ന കവിത എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ് കാണുക. ഇത് നമ്മൾ ഫുള്ള് മലയാളത്തിൽ മാത്രം പറയുകയാണ്, ക്ലാസ് എടുക്കുകയല്ല. അപ്പോൾ നമുക്ക് നോക്കാം. ശ്രീപ്രസാദിൻ്റെ പ്രസിദ്ധമായ കവിതയാണ് ബാദൽ. മേഘങ്ങൾ എല്ലാവരെയും ആകർഷിക്കുന്നു അല്ലേ? മേഘങ്ങൾ എങ്ങനെയാണ്? എല്ലാവർക്കും നല്ല സന്തോഷമാണ് മേഘങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ. മഴക്കാറ് മൂടി ഇങ്ങനെ മേഘങ്ങൾ ഉരുണ്ടു കൂടി നിൽക്കുന്നത് കാണാൻ എല്ലാവർക്കും, നമുക്ക് മനുഷ്യർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ ഈ മേഘങ്ങൾ എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പ്രകൃതി സൗന്ദര്യമാണ്. മേഘങ്ങളുടെ വരവോടെ, മേഘങ്ങൾ ഇങ്ങനെ വരുന്നതോട് കൂടിയിട്ട് മഴ പെയ്യും. മഴ പെയ്ത് കഴിഞ്ഞാൽ പച്ചപ്പുണ്ടാവും, ഭൂമിക്ക് പുതിയ പ്രതീക്ഷകളായി, പിന്നെ പുതിയ പുൽത്തകിടികളും അതുപോലെ തന്നെ പുതിയ പുതിയ വിത്തുകളൊക്കെ മുള പൊട്ടിയിട്ട് മണ്ണിൽ വളരെ മനോഹരമായിട്ട് ചെടികളും മരങ്ങളും ഒക്കെ വീണ്ടും വീണ്ടും ഉണ്ടാകും അല്ലേ? അത്ര വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ് എന്ത്? മഴ പെയ്യുക എന്ന കാര്യം. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്ന ചിത്രത്തിൽ മേഘങ്ങൾ ആനയുടെ രൂപത്തിലും ഓടുന്ന കുതിരയുടെ രൂപത്തിലും അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, മരത്തിൻ്റെ രൂപത്തിലും ഒക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ആളുകളുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നുണ്ട്. ആളുകൾ അങ്ങനെ ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് മേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ടുകൂടി നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ചിലപ്പോൾ തോന്നും മരമാണോ, അത് മരമായിട്ടാണല്ലോ തോന്നണത്. ചിലപ്പോൾ തോന്നുമല്ലോ അതൊരു ആനേൻ്റെ രൂപമാണല്ലോ. നിങ്ങൾ കുട്ടികളും അങ്ങനെ നോക്കി കാണാറുണ്ട് അല്ലേ? മേഘങ്ങൾ കാണുമ്പോൾ അത് ആനേൻ്റെ രൂപത്തിൽ കാണുന്നു, കുതിരേൻ്റെ രൂപത്തിൽ കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാറില്ലേ? അതൊക്കെ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ ഈ കവിതയിൽ കവി പറയുന്നത്, ഡോക്ടർ ശ്രീപ്രസാദ് എഴുതിയിരിക്കുന്നത്, ആകാശത്ത് വെള്ളമുള്ള ഇരുണ്ട മേഘങ്ങൾ വ്യാപിച്ചിരിക്കുന്നു. ആകാശത്ത് വെള്ളമുള്ള ഇരുണ്ട മേഘങ്ങൾ വ്യാപിച്ചിരിക്കുന്നു. ഈ മേഘങ്ങൾ ഒരു കറുത്ത പുതപ്പ് പോലെ വളരെ മനോഹരമായിട്ട്, ഈ മേഘങ്ങൾ കറുത്ത പുതപ്പ് പോലെ വളരെ മനോഹരമായി കാണപ്പെടുന്നു. മരങ്ങളുടെ, ആടുകളുടെ, നടക്കുന്ന കുതിരകളുടെ, അതുപോലെ തന്നെ ആനകളുടെ ജോഡികളൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ രൂപങ്ങൾ ഇങ്ങനെ കാണപ്പെടുന്നത്. പല രൂപങ്ങളിൽ ഈ മേഘങ്ങൾ ആകാശത്ത് ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. അതിനുശേഷം എന്താ ചെയ്യുന്നത്? അതിനുശേഷം മഴ പെയ്യുന്നു. മഴ അങ്ങനെ ചെറിയ കണികകളായിട്ട്, ചെറിയ ജലകണങ്ങളായിട്ട് ഇങ്ങനെ മഴ അങ്ങനെ പെയ്യാണ്. ഈ മഴ പെയ്യുന്നത് ജലകണങ്ങൾ നീരാവിയായിട്ട് ആകാശത്തേക്ക് പോകുന്നു, എന്നിട്ട് തണുത്തുറഞ്ഞ് മേഘമായി മഴയായി പെയ്യുന്നു എന്നാണ് പറഞ്ഞത്. മേഘം മഴ പെയ്യിക്കാൻ തുടങ്ങിയപ്പോൾ ഇരുട്ടിൽ വഴി കാണിക്കാൻ വേണ്ടി ആര് വരുന്നു? ഇരുട്ടിൽ വഴി കാണിക്കാൻ മിന്നൽ വരുന്നു അല്ലേ? മേഘം മഴ പെയ്യിക്കുമ്പോൾ ഇരുട്ടിൽ വഴി കാണിക്കാൻ വേണ്ടിയിട്ട് മിന്നൽ വരുന്നു. അതോടൊപ്പം തന്നെ പിന്നെന്താണ് വരുന്നത്? ഇടിയും വരുന്നു അല്ലേ? മേഘങ്ങൾ മഴ പെയ്യിക്കുന്ന സമയത്ത് വളരെയധികം എന്താ പറയുക, ഉദാര മനസ്കോട് കൂടി നിന്നിരുന്ന മയിൽ സന്തോഷത്തോടെ നൃത്തം ചെയ്യാനും പാട്ട് പാടാനും തുടങ്ങി. മയിലിന് വളരെയധികം സന്തോഷമായി. അതുവരെ ഇങ്ങനെ മുഖമായി നിന്നിരുന്ന മയിൽ എന്ത് ചെയ്തു? വളരെയധികം സന്തോഷത്തോടു കൂടി നൃത്തം ചെയ്യാനും പാട്ട് പാടാനും തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ കളകള ശബ്ദത്തോടു കൂടി ഒഴുകുന്ന പുഴയിൽ, കളകള ശബ്ദത്തോടു കൂടി ഒഴുകുന്ന ബാദല മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ കളകള ശബ്ദത്തോടു കൂടി ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ആ ഒഴുകുന്ന വെള്ളത്തിൽ എന്താണ്? കടലാസു തോണികൾ നീന്തി തുടിക്കുകയാണ്. തൈർന്ന് പറഞ്ഞാൽ നീന്തുക. കടലാസു തോണികൾ ഇങ്ങനെ നീന്തി ഇങ്ങനെ പോവുക. അതിനാണ് കവി നീന്തി തുടിക്കുന്നു എന്ന് പറഞ്ഞത്. കടലാസു തോണികൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണ്? പശു എന്ത് ചെയ്യുന്നു? പശു വാലും ഉയർത്തിപ്പിടിച്ച് ഓടിപ്പോകുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത് അല്ലേ? പശു വാലും ഉയർത്തിപ്പിടിച്ച് ഓടിപ്പോകുന്നു. ഇത്രയുമാണ് മഴക്കാഴ്ചകളായിട്ടുള്ള ബാദൽ എന്ന ഈ കവിത. വളരെ മനോഹരമായിട്ട് ലളിതമായിട്ടുള്ള രീതിയിൽ ഡോക്ടർ ശ്രീപ്രസാദ് ഇവിടെ വിവരിച്ചിട്ടുണ്ട്. എല്ലാവരും കവിത നന്നായിട്ട് വായിക്കണം.
ക്ലാസ് ഫുള്ളായിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.